ഇനി കുറച്ച് കരിയാപ്പില. നമ്മളിന്ന് ശരിക്കും സദ്യയുടെ കറിയാണ്. സദ്യേൻ്റെ കറിയാണ് മീൻകറി. അതാണ് ലില്ലിയമ്മ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചിറ്റിച്ചെടുക്കുവാണെങ്കിൽ മീൻ ഉടയാണ്ടിരിക്കും. നമസ്കാരം. ഇന്നപ്പം നമ്മുടെ പാചകത്തിന് നമ്മുടെ ലില്ലിമമ്മീനെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ലില്ലിമമ്മി വയനാട്ടിൽ വെണ്ണിയോടല്ലേ? മാടക്കുന്ന് വെണ്ണിയോട് മാടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര കലാകാരിയാണ്. നല്ല മാർഗം കളി, ഒപ്പന തുടങ്ങിയ എല്ലാ പരിപാടികളുണ്ട് അല്ലേ? അങ്ങനെ കുടുംബശ്രീൻ്റെ ഇതിലായിട്ട് ടീമായിട്ട് കളിക്കാനൊക്കെ പോകും. അപ്പം അങ്ങനെ മാർഗം കളിക്ക് ഇടയ്ക്ക് പിടിച്ചോണ്ട് വന്നേക്കുവാണ് ഇപ്പം. അപ്പം നമ്മുടെ സംസാരം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മീൻകറി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? നാടൻ മീൻകറി. പാചകമൊക്കെ സ്ഥിരം ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണ്. വീട്ടിൽ പാചകം ചെയ്യും. പുറത്തെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പാചകം ചെയ്യാൻ പോകും. കല്യാണ പാർട്ടികൾക്ക് പോകും. സകലകലാവല്ലഭയാണ്. പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ എല്ലാത്തിനും പോകും. എല്ലാം ഉണ്ട്. അപ്പം കലാപരമായിട്ടും ഉണ്ട്, പാചകത്തിലും ഉണ്ട്. അപ്പം നമുക്ക് പുറകെ വേറെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം നല്ലൊരു മീൻകറി വെക്കാം അല്ലേ? തുടങ്ങുമല്ലേ? ഗ്യാസ് കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചിങ്ങനെ തുടങ്ങാം. നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിക്കാം. നമ്മളിന്ന് ഏത് മീനാണ് കറി വെക്കുന്നത്? കേതല് നല്ല മീനാ അല്ലേ? നല്ല കഷ്ണമായിട്ട് കിട്ടും. മാത്രമല്ല പറ്റിച്ച് വെക്കാൻ കഴിക്കാൻ നല്ല രുചിയാണ്. വറുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ബീഫ് പോലെ ഇരിക്കും. കറി വെച്ചാലും ബീഫ് പോലെ ഇരിക്കും. 2-3 ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മണി ഉലുവ ഇടാം. ഒരു കയ്യളവല്ലേ? കുറച്ച് മീനിന് കുറച്ച് ഉലുവ. മീനിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതലിട്ടാൽ കുഴപ്പമൊന്നുമില്ല. 1 കിലോ മീനുണ്ട്. 1 കിലോ മീനുണ്ട്. ഇനി കുറച്ച് കരിയാപ്പില മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി. ഇളക്കി കൊടുക്കാം. 2-3 പച്ചമുളക് ഇടാവേ. ഇതെല്ലാം ഏകദേശം ഒരളവായിരിക്കും അല്ലേ? ആവശ്യക്കാർക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി കുറച്ച് ഇഞ്ചി ഇടുക. മുളകും വെളുത്തുള്ളിയും കുറച്ച് വാടിയിട്ടുണ്ട്. ആ കൂടെ ഇച്ചിരി ഇഞ്ചിയും കൂടി. ഇഞ്ചിയുടെ കൂടെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കിട്ടും. അതും കൂടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കാൻ കുറച്ച് ഉള്ളി ഇടും. ഇത് കടുക് പൊട്ടിക്കാനല്ല, കുറച്ച് ഉള്ളി ഇതിൽ മീൻ കറിയിൽ. നമ്മൾ നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കുന്നത്. ടേസ്റ്റുള്ള കറിയല്ലേ എല്ലാവർക്കും ആവശ്യം. അതെ. ടേസ്റ്റിലാണ് ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ടേസ്റ്റ് ഇല്ലെങ്കിൽ കഴിക്കില്ല. പിള്ളേരൊക്കെ ടേസ്റ്റ് വേണം. അവർക്ക് പിള്ളേർക്കൊക്കെ ഇച്ചിരി എരിവ് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിൽ 3 ആമക്കളുണ്ട്. പിന്നെ ഞാനും. അപ്പച്ചനില്ല. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പം എൻ്റെ കൂടെ ഇളയ മകനും ഉണ്ട്. മകൻ്റെ ഭാര്യയും 2 പിള്ളേരും. എല്ലാവരും ലില്ലിമമ്മി എന്നാണ് വിളിക്കുന്നത്. അതെ, നാട്ടുകാരുടെ ലില്ലിമമ്മിയാണ്. അതെ, മാടക്കുന്ന മുഴുവൻ ലില്ലിമമ്മി. അത് ജാതി ഭേദം ഇല്ലാണ്ട് എല്ലാവരും ഒരേ പേര്. എല്ലാവർക്കും ലില്ലിമമ്മിയാണ്. അതെ തന്നെ. ലില്ലി അമ്മയെന്നും വിളിച്ചില്ല, ലില്ലിയമ്മച്ചിന്നും വിളിക്കും. കൂടുതലും ലില്ലിമമ്മിയാണ്. അപ്പൊ നമുക്കും ലില്ലിമമ്മിയാണ് കേട്ടോ. മീൻകറി, ഇറച്ചിക്കറി, എല്ലാ കറികളും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും.
പിന്നെ കല്യാണങ്ങൾക്കൊക്കെ മോര് കറി, മോരും മീനൊക്കെ ഞാൻ എല്ലാ പരിപാടിക്കും വെച്ച് കൊടുക്കലുണ്ട്. ഒത്തിരി കുറേ അധികം ഉണ്ടാക്കേണ്ടി വരും. അധികം ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കും. സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ അമ്മച്ചി പാചകക്കാരിയായിരുന്നു. അമ്മച്ചി കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ മീൻകറി, മോര് കറിയൊക്കെ വെച്ച് അങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അപ്പം അത് കണ്ട് ആ ഒരു വാസന എനിക്കും കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രം ഇങ്ങനെ പാചകം ഉണ്ടാക്കാനുള്ളൊരു കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചേച്ചിമാർക്കൊന്നും അത്ര ഇതില്ല. ഏകദേശം ഉള്ളിയും ഇതെല്ലാം പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വാടി ഒരു പരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. പൊടിവർഗ്ഗങ്ങൾ മീനിനുള്ളത് ഇടാം. കുറച്ച് മുളക് പൊടി ഇടാവേ. എരിവ് കൂടിപ്പോയാൽ മീനിന് അധികം പേർക്ക് എരിവ് കുറവല്ലേ വേണ്ടേ. മീൻ കറിക്ക് മുളക് കൂടുതൽ വേണം, പക്ഷേ ഇപ്പം എല്ലാവർക്കും കുറേശ്ശെ മതി, എരിവൊന്നും പറ്റുന്നില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതൊന്ന് ഇളക്കി ഇതൊരു ചുമന്ന കളറായി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. മീനിന് കൂടാൻ മാത്രമുള്ള പുളിവെള്ളം. അത് പുളി തിളപ്പിച്ച് വെച്ചേക്കുന്ന പുളിവെള്ളമാണ്. അപ്പം അധികം പേരും കുടംപുളി ഇടുമല്ലേ? കുടംപുളി ഇടും. പിന്നെ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നീരൊഴിക്കും. കുടംപുളി ഇടാൻ അതുകൊണ്ട് പ്രത്യേകത പുളി അതിനകത്ത് കിടക്കണ്ട. നീരൊഴിക്കുമ്പോൾ വേഗം മീനിന് പിടിക്കും, ടേസ്റ്റും കിട്ടും. പിന്നെ പുളി പിറക്കാൻ നിൽക്കണ്ട. നമ്മൾ സദ്യകൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി നീരൊഴിച്ചാണ്. പുളി പെറുക്കി കളയുന്ന റിസ്ക് ഒഴിവാകും. നീരൊഴിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിന്റെ നമ്മളിന്ന് ശരിക്കും സദ്യയുടെ കറിയാണ്. സദ്യന്റെ കറിയാണ് മീൻ കറി. അതാണ് ലില്ലിയമ്മ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം ഇതിനകത്തേക്ക്. ഇനിയിപ്പോൾ അതിപ്പം തിളച്ചു. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം. മീൻ അത്യാവശ്യം വലിപ്പത്തിലാണ് മുറിച്ചേക്കണം. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പ്. ഈ മീനിപ്പം ചേർക്കേണ്ടതെല്ലാം ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി വെന്താൽ മതി. പിന്നെ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിനും കൂടാനും എടുക്കാനും അവരുടെ ഗ്രൂപ്പായിട്ട്. പലഹാരം ഉണ്ടാക്കണമെങ്കിലും ഞങ്ങൾ 4 പേര് സഹായം. 4 പേരാണ് ഞങ്ങൾ 4 പേര് എല്ലാത്തിനും ഒന്നിച്ചാണ് ഒരു കൈയായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കും. എന്തൊക്കെ പലഹാരം ഉണ്ടാക്കുന്നത്? അച്ചപ്പം ഉണ്ടാക്കും, മുടക്കുണ്ടാക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും, പിന്നെ നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേശ്ശൊക്കെ ഉണ്ടാക്കും. എന്ത് സാധനം കൈകാര്യം ചെയ്യും? ഞങ്ങൾ 4 പേരും കൂടി ഉണ്ടാക്കും. ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. അല്ലാതെ നമ്മൾ തന്നെ കഴിക്കും. നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം അടുത്തായിട്ട് ഇങ്ങനെ ചെയ്യണം. പലഹാരങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടിക്കുന്നുണ്ടാക്കാം അല്ലേ? നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി തിളച്ച് വറ്റി വരട്ടെ. മാറ്റി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചിറ്റിച്ചെടുക്കുവാണെങ്കിൽ മീൻ ഉടയാണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ചിറ്റിച്ച് വെക്കുവാണെങ്കിൽ എല്ലായിടത്തും എല്ലാം ചേർന്ന് പിടിക്കും. ഈ ചട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ കൈ പൊള്ളുന്നൊന്നുമില്ലേ? അതിന് തുണി കൂട്ടി പിടിക്കാം. ഇപ്പം തുണിയൊന്നും ഇല്ലാണ്ടാണല്ലോ പിടിച്ചത്. ഒരുമാതിരി ചൂടൊക്കെ സഹിക്കും, കൈകാര്യം ചെയ്യും. ചൂടൊന്നും നമ്മളെ അതങ്ങനെ ശീലമായിപ്പോയില്ലേ. നേരം വേഗം എളുപ്പം നോക്കി. ഏകദേശം കറി റെഡിയായി തോന്നുന്നല്ലേ? കുറച്ചും കൂടി വെള്ളം പറ്റിയിട്ട് വാങ്ങാം, നമുക്കെടുത്ത് കഴിക്കാം. ചോറിന് കൂട്ടാം. വയനാട്ടിലായിരുന്നു ആദ്യകാലം മുതലേ? ഞാൻ വയനാട്ടിലുള്ളതാ. വയനാട്ടിൽ വരുതൂര് കണിയാൻ പറ്റും, അവിടെയാണ് ഞാൻ ജനിച്ചത്.
വയനാട്ടുകാരത്തി തന്നെ. അതെ അതെ, വേറെ സ്ഥലം പറയാനില്ല. അപ്പച്ചൻ വയനാട്ടുകാരൻ തന്നെ. അപ്പച്ചനും വയനാട്ടുകാരൻ തന്നെ. നാട്ടിലുള്ളത് കാർന്നവന്മാരായിരുന്നു, അവർ വയനാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കോട്ടയായിരിക്കും അല്ലേ? കോട്ടയം ആയാങ്കുടി മൂടി അടച്ചു വെച്ചേക്കാം. അപ്പം ഇച്ചിരി കൂടി വെള്ളം പറ്റാനും എളുപ്പമുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. കറി റെഡിയായി കഴിഞ്ഞാലും ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയാപ്പിലയും ഇങ്ങനെ മുറിച്ചിട്ടാലും മതി, അല്ലെങ്കിൽ അഞ്ച് കണ്ടിട്ടാലും മതി. കൂടി മണം കിട്ടും. തിളയ്ക്കുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട് മീൻകറിൻ്റെ. സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മീൻകറി ആയിരിക്കും. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം. അതെ, ഇപ്പം നമ്മുടെ ലില്ലി മമ്മി സ്പെഷ്യൽ കേതൽ മീൻകറി റെഡിയായി. അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കണ്ട. ആഘോഷമായിട്ട് കഴിച്ചാലല്ലേ അതിൻ്റെ രുചികൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് മമ്മീൻ്റെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ സിബിച്ചേട്ടനാണത് ടേസ്റ്റ് ആക്കുന്നത്. വാ, ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാൽ ചോറ് കേട്ടോ വരുന്നത്. എന്തായാലും കരുതി കൂട്ടി തന്നെ അല്ലേ? ചോറിനകത്ത് അതെ. ടേസ്റ്റ് പറയണം. ടേസ്റ്റ് നോക്കട്ടെ. നമ്മുടെ ലില്ലിയമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും ടേസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അതെ, സ്ഥിരം പരിപാടിയാണ്. എന്നാലും ഈ കേതൽ ആദ്യമായിട്ട് കറി വെക്കുന്നത് നമ്മുടെ സിബിച്ചേട്ടനാണ് ലില്ലിമമ്മീനെ പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ ചേട്ടനും കൂടെ കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെയാണ് ലില്ലിമമ്മി ഇങ്ങനെ നല്ല ഭക്ഷണം വെക്കും, ഇവരെല്ലാം ഒന്നിച്ച് പാചകമൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് നമുക്ക് ലില്ലിമമ്മീനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിച്ചു നോക്കാം. എന്നിട്ട് അത് മീൻ എടുത്ത് നോക്കാം. അത് ഇങ്ങനെ ഉണ്ട് നോക്കാം. അതെ, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. ആണോ? ലില്ലിമമ്മി ആയതുകൊണ്ടൊക്കെ പറയുന്നതാണോ? അല്ലല്ല, ഒറിജിനലായിട്ട് അടിപൊളി. ഒരു കഷ്ണം നോക്കട്ടെ. ഗംഭീര കേട്ടോ, അസാധ്യ ടേസ്റ്റ് മമ്മി. നല്ല കറക്റ്റ് പുളി. ചോറും കഴിച്ചേക്കാം. ആയിക്കോട്ടെ, ചോറിന് മൊത്തം കഴിക്കണം. ഇതിൻ്റെ ബാക്കിയായിട്ട് കൂടി കഴിക്കുക. എല്ലാ പൊടികളെല്ലാം നല്ല കറക്റ്റായിട്ട്, ഒന്നും മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല, നല്ല കണ്ടീഷനാണ് അല്ലേ? എല്ലാ ചേരുവകളും നന്നായിട്ട് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. എന്തായാലും പരിചയപ്പെടുത്തി തന്നാള് പാചകത്തിൽ ഗംഭീര. കഴിക്കാൻ നമുക്ക് അപ്പുറത്തിരുന്ന് മൊത്തം തീർക്കാൻ ഇത് തീർത്തിട്ട് ഇന്ന് പോകുള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ മീൻകറിയാണ് കേതല്. ഇതേ രീതിയിൽ തന്നെ വേറെ മീനുകളൊക്കെ വെക്കാം അല്ലേ? നമ്മൾ സാധാരണ വെക്കുന്ന രീതി തന്നെയാണ്, പക്ഷെ ലില്ലിയമ്മി വെക്കുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണത്. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും കഴിച്ചിട്ട് മറുപടി കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.